ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇപ്പോഴത്തെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടാണല്ലേ. ആ ചൂടിനെ നേരിടാനായിട്ട് കുറേയെങ്കിലുമൊക്കെ ശമിപ്പിക്കാനായിട്ട് നല്ല ഗുണമുള്ള 2 രീതിയിലുള്ള സംഭാരങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത്. സംഭാരത്തിൻ്റെ അല്ലെങ്കിൽ മോരും വെള്ളത്തിൻ്റെ ഗുണഫലങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. ഞാനിന്ന് 2 തരത്തിലുള്ള സംഭാരങ്ങളാണ് കാണിക്കുന്നത്. അത് ഓരോ സംഭാരം ഉണ്ടാക്കുന്നതിനും 1/2 കപ്പ് കട്ട തൈര് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. മൊത്തം ഞാൻ 1 കപ്പ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചതയ്ക്കുന്ന കല്ലിലോട്ട് ആദ്യം ഇട്ട് കൊടുത്തത് 4 സാമാന്യം വലിപ്പമുള്ള കൊച്ചുള്ളിയും ചെറിയൊരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. ഈ ഭാഗത്തെ വീഡിയോ ഒന്ന് കുലുങ്ങിയല്ലേ, ഭൂമിയൊലുക്കൊന്നും അല്ല കേട്ടോ. ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ആ പാത്രത്തിലോട്ട് 1/2 കപ്പ് നല്ല കട്ട തൈരിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സി ജാറിൽ വേണമെന്നുണ്ടെങ്കിലും ഇട്ട് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കൂടെ ഈ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്കത് അരഞ്ഞങ്ങ് പോകുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം ഇങ്ങനെ ചതച്ചിടുന്നതാണ്. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ സ്പെഷ്യൽ ഒരു ചേരുവ ചേർക്കുന്നത് 2 ഇല നാരകത്തിൻ്റെ ഇല, നാരങ്ങയുടെ ഇലയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ സംഭാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ആ കൈവെള്ളയിലോട്ട് ആ നാരകത്തിൻ്റെ ഇലയും 1 തണ്ട് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഞെരടി കൊടുത്തിട്ട് അതിനകത്തോട്ടിട്ടൊന്ന് ഇളക്കുക. എല്ലാം കൂടെ നിങ്ങൾക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് വരെ വേണം എന്നുണ്ടെങ്കിൽ ആവാം കേട്ടോ. പക്ഷേ ഞാൻ ഇച്ചിരി കുറഞ്ഞിരുന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ പറഞ്ഞത്. എൻ്റെ പരുവത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ വേണം ഈ അളവിന്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചത് 2 ഗ്ലാസ്സിലും ഈക്വലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തണുത്ത വെള്ളമോ തണുക്കാത്ത വെള്ളമോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സോഡ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സോഡ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തണുക്കാത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 നാരകത്തിൻ്റെ ഇലയും കൂടെ ഞാൻ എക്സ്ട്രാ വെച്ചിരുന്നു. ഇത് മുമ്പിലത്തെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാണ് കേട്ടോ. ഇവിടുത്തെ 3 ഇലകളും മിക്കവാറും മോഷണമാണ്. വാഴയില, കറിവേപ്പില, നാരകത്തിൻ്റെ ഇല. ഈ 3 ഇലയും ഞാൻ മോഷ്ടിച്ചാണ് എടുക്കാറുള്ളത്. കറിവേപ്പില ഇവിടെ ഉണ്ട് കേട്ടോ, പക്ഷേ അത്ര അങ്ങോട്ട് നന്നായിട്ട് വളർന്നു വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ 2 നാരകത്തിൻ്റെ ഇലയും കൂടെ വെച്ച് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയുടെ മീഡിയം വലിപ്പത്തിലുള്ള ജാറിലോട്ട് വീണ്ടും ഞാൻ 1/2 കപ്പ് കട്ട തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഒരു 4-5 കഷ്ണം കൊച്ചുള്ളി ഇട്ട് കൊടുത്തു. മീഡിയം വലിപ്പത്തിലുള്ള ഒരു പച്ചമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തു. പിന്നെ അവസാനം ചേർത്തത് നെല്ലിക്കയാണ്. നല്ല വലിപ്പത്തിലുള്ള ഒരു നെല്ലിക്ക ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2 കാര്യങ്ങളിൽ ചേർത്തത് ഇതിനകത്ത് ക്യാമറയിൽ കിട്ടാതെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓണാക്കിയെന്ന് വിചാരിച്ചു, ഓണാക്കിയില്ല. എന്തൊക്കെയാണെന്നറിയാമോ? ഒരു 10-12 ഇല നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിന ഇലയും ഒരു 3/4 കപ്പ് നമ്മുടെ സാലഡ് കുക്കുംബർ കുരു കളഞ്ഞിട്ട് അതും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടാണ് അരച്ചത്. അതുകൊണ്ടാണ് ഈ പച്ച നിറം. പുതിന ഇലയുടെയാണ് ഈ ലൈറ്റ് ഗ്രീൻ കളറ്. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് അത് അടിച്ചെടുത്തിട്ട് ആ പെഷഡിനുള്ളിലുള്ള ജ്യൂസ് മുഴുവൻ ഞെക്കി എടുക്കണേ. എന്നിട്ട് വേണം നമുക്കത് ഈക്വലായിട്ട് 2 ഗ്ലാസ്സിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് ഉപയോഗിക്കാനായിട്ട്. വെള്ളമോ സോഡയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള മോരും വെള്ളം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് കൂടുതൽ തൈര് എടുക്കണം കേട്ടോ. തൈരും അതിനനുസരിച്ചുള്ള എല്ലാ ചേരുവകളും അതിനനുസരിച്ച് കൂടുതൽ എടുത്തോണം കേട്ടോ. എനിക്ക് ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് കുറുകി ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. ഇച്ചിരി ലൂസായിട്ടുള്ള മോരും വെള്ളമാണ് കുടിക്കാൻ കുറച്ചുകൂടി ഒരു സുഖം. ഇപ്പം ഒഴിച്ചു കൊടുക്കുന്ന ഈ ഒരു തവിക്ക് 3 തവി വെച്ച് ഒഴിച്ചു കൊടുക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഭാഗം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റാവും. ഇതിനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് വേണമെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കൊരിക്കലും ഉപ്പ് കൂടി പോകരുതല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ പച്ചമുളക് ഞാൻ മീഡിയം വലിപ്പത്തിലുള്ള ഒരെണ്ണമാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇതിലാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു പച്ചമുളക് ചേർത്താൽ മതി. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളൊക്കെ കുടിക്കുന്നതാണെങ്കിൽ അവസാനം അവർക്ക് കുടിക്കാൻ പറ്റാതായി പോകരുതല്ലോ. അപ്പോൾ ഈ 2 രീതിയിലുള്ള സംഭാരങ്ങളും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആദ്യം തയ്യാറാക്കിയ മോരും വെള്ളം എപ്പോഴും പണ്ട് തൊട്ടേ കുടിക്കുന്നതായതുകൊണ്ടായിരിക്കും എനിക്ക് ഈ നെല്ലിക്ക വെള്ളരിക്കയൊക്കെ കൂടി ഇട്ടിട്ടുള്ള മോരും വെള്ളമാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്